Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബേക്കിംഗിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോർ ക്രീം ആണ്. അപ്പം എങ്ങനെയാണ് സോർ ക്രീം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സോർ ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ക്രീം ആണ്. ഫ്രഷ് ക്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ അമൂലിൻ്റെ ഫ്രഷ് ക്രീം വേണ്ട കേട്ടോ. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള സോർ ക്രീം തരില്ല. നമ്മൾ ബേക്കിംഗ് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഫ്രീസർ സെക്ഷനിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും. നമ്മൾ കേക്കിലൊക്കെ ഫ്രഷ് ക്രീം തേക്കില്ലേ, അങ്ങനത്തെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രഷ് ക്രീം വാങ്ങാൻ കിട്ടും. അതാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ അമൂലിന് പകരം നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറയുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അത് അത്യാവശ്യം ഒരു 25 to 35% വരെ നല്ല കണ്ടൻറ്റുള്ള ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ അതിലും താഴെയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള സോർ ക്രീം കിട്ടില്ല. അപ്പം നല്ല പെർസെൻറ്റേജുള്ള നല്ല വിപ്പിംഗ് ക്രീം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതായത് വിപ്പ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതച്ചെടുക്കാൻ പറ്റുന്ന ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഞാനിതവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഫ്രഷ് ക്രീമിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. അപ്പം ഈ ഫ്രഷ് ക്രീമിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് നമ്മുടെ സാധാരണ പാല്. ഇത് തിളപ്പിച്ചിട്ടൊന്നുമില്ല, തിളപ്പിക്കാതെ ഉള്ള പാല് തന്നെയാണ്. അപ്പം അത് ഞാൻ 1/4 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പാലിവിടെ കൊട്ടിയിട്ടുണ്ട്, സാരില്ല. ഓക്കെ, അപ്പം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സോർ ക്രീം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്, ലെമൺ ജ്യൂസ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു 5-6 മണിക്കൂർ നമുക്ക് ഇത് പുളിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഈ സോർ ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ തലേദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നാളെ രാവിലെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള, ഏകദേശം നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള സോർ ക്രീം നമുക്ക് റെഡി ആകും. അപ്പോൾ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഇത് അടച്ചു വയ്ക്കാം. ഇത് റെഡിയായ ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സോർ ക്രീം റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 6 മണിക്കൂറല്ല കേട്ടോ, ഇതിപ്പോൾ വൈകുന്നേരമായി. നമ്മൾ തലേദിവസം രാത്രി വെച്ചതാണ്. ഞാൻ ആക്ച്വലി മറന്നുപോയി സോർ ക്രീം വെച്ച കാര്യം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്കായിട്ടുണ്ടാവും. കുറച്ച് നേരം എടുത്താലും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇടയിൽ വന്ന് നോക്കിയപ്പോൾ ഉറുമ്പ് വരുന്ന പോലെ തോന്നി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉറുമ്പ് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തു. കാരണം ക്രീം ആയതുകൊണ്ട് വരും. പക്ഷേ കുറേയൊക്കെ ഞാൻ മാക്സിമം ഒക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അവിടെ നല്ല നമ്മുടെ തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സോർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏകദേശം ഒരു 2 ആഴ്ചയോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം. സോ നമ്മുടെ സോർ ക്രീം റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി വരുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് ഉദ്ദേശിച്ചത്. എല്ലാവരും ഉണ്ടാക്കി വെച്ചോളൂ. ഇത് വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി വരുന്നതാണ്. ഞാനിതൊന്ന് വേറൊരു ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, നല്ല ക്രീമി ആയിട്ട്, ചിലതെല്ലാം കേർഡിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് മണം കേൾക്കുമ്പോൾ അറിയുന്നുണ്ട് ഇത് ശരിക്കും സോർ ക്രീമാണ് എന്നുള്ളത്. നമുക്ക് മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ സോർ ക്രീമിൻ്റെ. അപ്പം ഞാൻ കുറച്ച് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ടൊരു റെസിപ്പി വരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.